RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന സ്പെയിൻ വിസസ് ബെൽജിയം മത്സരത്തെ കുറിച്ചാണ്. അങ്ങനെ ഫ്രാൻസിന് സെമിഫൈനലിലേക്ക് എതിരാളികളായിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ കളക്കുറ്റന്മാരായ സ്പെയിനാണ് ഫ്രാൻസിന് എതിരാളികളായിട്ട് വരുന്നത്. എന്തായാലും തീപ്പാറിയ ഒരു ഫൈനൽ തുല്യമായ സെമിഫൈനൽ തന്നെയാണ് നമ്മൾ കാത്തിരിക്കാൻ പോകുന്നത്. എന്തായാലും ഫ്രാൻസ് ഒരു സൈഡിൽ അറ്റാക്കിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും സ്പെയിന്റെ കൂടെ കളിക്കുമ്പോൾ ആ ഒരു കളി മാറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ തീപ്പാറിയ പോരാട്ടത്തിന് തന്നെയാണ് ഈ ഒരു സെമി ഫൈനൽ കളമൊരുങ്ങുന്നത്. എന്തായാലും ഫൈനൽ മുമ്പുള്ള ഒരു ഫൈനൽ എന്താ പറഞ്ഞാൽ രണ്ട് ടീമുകളും അത്രമാത്രം ഈ വേൾഡ് കപ്പ് അർഹിച്ചിരുന്ന ടീമുകളാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഈ ഒരു കപ്പ് നേടാൻ ചാൻസ് ഉള്ള രണ്ട് ടീമുകൾ തന്നെയാണ് സെമി ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. സ്പെയിന്റെ കാര്യം നോക്കിയാൽ കുറെ കാലങ്ങളായി അവർ ഈ ഒരു വേൾഡ് കപ്പിന്റെ നോക്കൌട്ട് റൗണ്ടിലേക്ക് മത്സരിച്ചിട്ട് പറഞ്ഞു. പക്ഷെ ഫ്രാൻസ് അങ്ങനെയല്ല. കഴിഞ്ഞ തുടർച്ചയായ 3 വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ എത്തിയിട്ട് ഒന്നിൽ വിജയിച്ചും ഒന്നിൽ റണ്ണറപ്പായും അങ്ങനെ ചങ്ങായിമാര്. അതും ഈ ഈ ഈ ഒരു വേൾഡ് കപ്പിൽ സ്ക്വാഡ് നോക്കിയാൽ മതി, എമാതിരി സ്ക്വാഡ്. ഞാൻ വിചാരിച്ചു അവരുടെ മിഡും അതേപോലെ തന്നെ അറ്റാക്കിംഗ് ഫോർ അവരായിരിക്കും ടോപ്പ് ലെവലിൽ നിൽക്കുക. പക്ഷെ എമാതിരി ഡിഫൻസ് ഇടും. കഴിഞ്ഞ കളിയൊക്കെ മൊറോക്കനെ അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ തരിപ്പണാക്കിയിട്ടാണ് അവര് മുന്നോട്ട് പോയത്. ആകെ വേൾഡ് കപ്പിൽ വഴങ്ങിയത് 2 ഗോളുകൾ. മറ്റവിടെയും മോശക്കാരൊന്നല്ല. ആദ്യ ഗോള് ഇന്നാണ് സ്പെയിനിന്റെ വലയിലേക്ക്. ബെൽജിയമാണ് ആദ്യം ഈ വേൾഡ് കപ്പിൽ തന്നെ 590 മിനിറ്റുകളെന്തോ ഈ ഒരു ഗോൾ വല കാത്തുന്ന സിമിയോൺ. ഈ ചങ്ങായിയുടെ റെക്കോർഡാണ് വേൾഡ് കപ്പിൽ തന്നെ ഏറ്റവും. അതും 1990-കളിലിട്ട റെക്കോർഡുകളാണ് തകർത്ത് ഇപ്പോ ഇന്നത്തെ മത്സരത്തിൽ ആദ്യമായിട്ട് ബെൽജിയത്തിനെതിരെ ആ ഒരു ഗോൾ വഴങ്ങും. അതും ആദ്യ ഗോൾ സ്പെയിൻ നേടുന്നു, പിന്നെ സമനില ഗോൾ ബെൽജിയത്തിന്റെ വകയായിരുന്നു. അങ്ങനെ കളി നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പോർച്ചുഗലായിട്ട് സ്പെയിൻ എന്താ കളിച്ച ആ ഒരു കളി തന്നെയായിരുന്നു. എന്താണോ സൂപ്പർ സപ്പ് എന്നൊക്കെ പറഞ്ഞ ഇതല്ലേ. അതും ഒരു കളിയിലൂടെ രണ്ടാമത്തെ കളിയിൽ അതേ വന്നിട്ട് അതേപോലെ ഇമ്പാക്ട്. എന്താ പറയാ, മൈക്കൽ മരീനോ എന്ന് പറയുന്ന ആ ചങ്ങായി 2 കളിയിലും വന്നിട്ട് കുറച്ചേരെ കളിച്ചുള്ളൂ. പക്ഷെ കളിച്ചത് 2 കളിയിലും ഒന്ന് ക്വാർട്ടറിന് പ്രീ ക്വാർട്ടറിന് ക്വാർട്ടറിലേക്കും ഒന്ന് ക്വാർട്ടറിന് സെമിയിലേക്കാണ് സ്പെയിനിലുള്ള ടിക്കറ്റ് എടുത്തു കൊടുത്തിട്ടാണ് ഈ ചങ്ങായി പോയത്. എന്താ പറയാ, സ്റ്റാർട്ടിങ്ങിൽ നോക്കിയപ്പോൾ പെഡ്രിയില്ല, പകരം ഫാബിയൻ റൂയിസ് ആണ് കളത്തിൽ ഇറങ്ങിയത്. ആ ചങ്ങായി ആ ഒരു തീരുമാനം എന്തായാലും ചങ്ങായിലൂടെയാണ് തുടങ്ങിയ ഗോള്. ആ ഗംഭീര ഗോളായിരുന്നു. അങ്ങനെ ഒരു ഗോൾ അടിച്ചു. ഒരു ഗോൾ അടിച്ചപ്പോൾ ബെൽജിയം ഉണർന്ന് കളിച്ചു. ഗോൾ സമനില നേടുന്നു. എക്സ്ട്രാ ടൈം ഹാഫ് ടൈമിന് ശേഷം കളി പുരോഗമിക്കുന്നു. വീണ്ടും ഒരു ഗോൾ വീഴാൻ വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമത്തിലായിരുന്നു സ്പെയിന്. പക്ഷെ ബെൽജിയം അപ്പോഴും ഡിഫൻസീവ് കളിച്ചു. പിന്നെ രണ്ടാമത്തെ ഗോൾ അടിച്ചപ്പോൾ 88-ാം മിനിറ്റിൽ രണ്ടാമത് ഗോൾ വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ബെൽജിയം ഉണർന്ന് കളിച്ചു. ഇവർക്ക് ഗോൾ അടിച്ചാലാണ് ഉണർന്ന് കളിക്കാൻ പറ്റുള്ളൂ എന്ന് ഇതിന് മുന്നിലുള്ള മത്സരങ്ങൾ കണ്ടാണ്. ഇവർക്കെതിരെ ഗോൾ അടിക്കണം. അതിപ്പോ അവസാനത്തെ USA മത്സരത്തിൽ 1-1 സമനിലയായപ്പോഴാണ് പിന്നെ അങ്ങോട്ട് കളി മാറിയതും 4-1 വിജയിച്ചു. അതേപോലെ അതിന് മുന്നേ ഉള്ള മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരോടുകൂടി 2-0 85-ാം മിനിറ്റ് വരെ പരാജയപ്പെട്ട് നിൽക്കുക. പിന്നെ ഉണ്ടല്ലോ ഒരു ഗിയർ ചേഞ്ചും അതേപോലെ എക്സ്ട്രാ ടൈം കഴിയുമ്പോഴേക്കും ഇഞ്ചുറി ടൈമും എക്സ്ട്രാ ടൈം ഒക്കെ കഴിയുമ്പോഴേക്കും 3-2 വിജയിച്ചിരിക്കാൻ ബെൽജിയം. അപ്പൊ ഇവർക്കെതിരെ ഗോൾ. പക്ഷെ ഇത് സ്പെയിനാണ്. സ്പെയിനിന്റെ കയ്യിൽ ബോൾ ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു പരിപാടി ഉണ്ടല്ലോ. അതേപോലെ ഇന്നത്തെ കളിയിൽ ഏറ്റവും സങ്കടപ്പെടുത്തിയത് കോർട്ടോടെ ഗംഭീര പോട യമാലിന്റെ എണ്ണം പറഞ്ഞ ഷോട്ടുകളൊക്കെ തടുത്തിട്ട് ആള് ഇങ്ങനെ പീക്കിൽ നിൽക്കായിരുന്നു. ആ സമയത്താണ് ഇഞ്ചുറി. ആളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ ഒരു ഗോൾ കീപ്പർ വരുന്നു. പരിചയസമ്പന്നത എന്താ പറഞ്ഞാൽ നാഷണൽ ടീമിന് വേണ്ടി കളിക്കുന്ന ആ വേൾഡ് കപ്പ് പോലെയുള്ള ബിഗ് മാച്ചുകൾ കളിക്കുന്ന പരിചയസമ്പന്നത ഉണ്ടല്ലോ. അത് ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വന്നപ്പോഴേ തീർന്നു. അവിടെയാണ് സ്പെയിനിന്റെ 19-കാരനായ കുബാർസി എന്ന് പറയുന്ന ഡിഫൻഡറിന്റെ ആ ഒരു പക്വത. എന്താ പറഞ്ഞാൽ പെനാൽറ്റി ബോക്സിന്റെ വെളിയിൽ വരെ ഡിഫൻസ് ചെയ്തിട്ട് ബോൾ കൊണ്ടുവന്നിട്ട് ആ പെട്ടെന്ന് ഒരു കിക്ക് എടുക്കുകയാണ് ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇപ്പൊ ബെൽജിയത്തിന് വേണ്ടിയിട്ട് ഗോൾ ബലാക്കുന്ന ഗോൾ കീപ്പർക്കെതിരെ ആ ഒരു കിക്ക് എടുക്കുമ്പോൾ എന്തായാലും അറിയാം ആള് എന്താ ചെയ്യാന്ന്. ആൾക്കത് ബോൾ ക്യാച്ച് ചെയ്യായിരുന്നു. പക്ഷെ ആള് ഡിഫെൻഡ് ചെയ്ത് വിട്ടത് ചെയ്ത് ആ റീബൗണ്ടിലാണ് മറീനോ വന്ന് ആ ഗോൾ അടിക്കുന്നത്. മറീനോ അല്ലെങ്കിൽ അത് വില്യംസ് കയറ്റിട്ടുണ്ട് ഉള്ളിലേക്ക്, അതിൽ യാതൊരു സംശയം. പക്ഷെ ആ ഗോൾ കീപ്പറിന്റെ ആ ഒരു പിഴവ് കൊണ്ടാണ് ആ ഒറ്റ ഗോൾ. അതും ഈ ഫൈനൽ മിനിറ്റ്സിലാണ്. പോർച്ചുഗലിനും ഇതേ അപ്പത്തം തന്നെയാണ് സംഭവിച്ചത്. ഇവര് എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നതായിട്ട് കളി ഒന്ന് സ്ലോ ആക്കുന്ന ആ സമയത്തും നിൽക്കുന്നില്ല. സ്പെയിന് നിൽക്കുന്നില്ല കളി. സ്പെയിന് സബ്സ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ മാറ്റി വില്യംസിനെ ഇറക്കുന്നു. അതേപോലെ തന്നെ പെഡ്രി സെക്കൻഡ് ഹാഫിൽ പെഡ്രി വരുന്നു. അതേപോലെ തന്നെ ഫെരാൻ വരുന്നു. ഫെരാൻ വല്ലാത്ത ഇമ്പാക്ട് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് സ്പെയിനിന് വേണ്ടിയിട്ട്. വല്ലാത്ത ഇമ്പാക്ട് ആണ് ഉണ്ടാക്കുന്നത്. അതേപോലെ യമാൽ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വിങ്ങുകളിലൂടെ കളി മെനഞ്ഞുകൊണ്ടിരിക്കേണ്ടായിരുന്നു. ഒരുപാട് ചാൻസുകൾ. കോർട്ടോയുടെ മുന്നിൽ റയൽ മഡ്രിഡും ബാഴ്സലോണയും കളിക്കുമ്പോൾ എന്താണ് പരിപാടി അതേ തന്നെ കണ്ടുകൊണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ യമാലാണ് ഇന്നത്തെ മാൻ ഓഫ് വെച്ച് തൂക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ന് ബെൽജിയത്തിന് വേണ്ടി ഗോൾ അടിച്ച ചങ്ങായി കഴിഞ്ഞ മത്സരത്തിൽ 2 ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ബെൽജിയത്തിന് പഴച്ച എന്താന്ന് പറഞ്ഞാൽ സ്പെയിനിന് മുന്നിൽ ഒന്ന് താഴ്ന്നു എന്നുള്ള ഒരു എന്താ പറഞ്ഞാൽ ഇവര് ഗോൾ അടിച്ചിട്ട് എല്ലാം പരമാവധി ഡിഫെൻഡ് ചെയ്യുക. അതേ കളി തിരിച്ചെടുത്താണെങ്കിൽ സ്പെയിനിലേക്ക് സുഖമായി പൊട്ടിക്കായിരുന്നു. ആ ഒരു കളി തന്നെ ഉണ്ടായിരുന്നു. 2 ടീമിന് കളി നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 60-40 ആ ഒരു റേഷ്യോയിലാണ് കളി പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ സ്പെയിനിന് ആ ഒരു ബോൾ ഹോൾഡിങ് കാര്യങ്ങളിൽ ഇവർ ഡിഫെൻഡ് ചെയ്ത് നിന്നു. അവർക്ക് 1-1 അവസാനിപ്പിക്കേണ്ട 90 മിനിറ്റ് ആകുമ്പോഴേക്കും അവർ കളി കഴിഞ്ഞ് വീട്ടിൽ പോകണം എന്നുള്ള ഇതിലായിരുന്നു സ്പെയിൻ കളിച്ചിട്ടുണ്ടായത്. പക്ഷെ ബെൽജിയം അങ്ങനെയല്ല. ബെൽജിയത്തിന്
കൗണ്ടറിലൂടെ ലുക്കാക്കുവിനെ ഇറക്കിയപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കി കൗണ്ടറിലൂടെ കളി മെനയാനായിരിക്കും, അതുകൊണ്ട് ഗോൾ അടിക്കാൻ. പക്ഷെ ലുക്കാക്കുവിനെ ലാപ്പോർട്ട അവിടെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു, അനങ്ങാൻ വിട്ടിട്ടില്ല. അനങ്ങാൻ വിട്ടില്ല എന്ന് പറഞ്ഞാൽ അനങ്ങാൻ വിട്ടില്ല. അങ്ങനെ കളിയിൽ 2-1 വിജയം നേടിയിട്ട് സ്പെയിന് ഈ വേൾഡ് കപ്പിൽ തന്നെ ആദ്യ ഗോൾ അവർ വഴങ്ങിയിരിക്കുകയാണ്. ആദ്യ ഗോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഗോൾ കീപ്പറെ കഴിവ് മാത്രമൊന്നുമില്ല, അവസാനത്തിൽ 5 മിനിറ്റ് സിമിയോൺ എന്തൊക്കെ കാണിച്ച്, അവരുടെ ഗോൾ കീപ്പർ എന്തൊക്കെ കാണിച്ച്, എന്തൊക്കെ മണ്ടത്തരങ്ങൾ കാണിച്ച് ഭാഗ്യം കൊണ്ടാണ് കഴിച്ചിലായത്. അല്ലെങ്കിൽ ഉള്ളിൽ ഒരു ഗോൾ കയറേണ്ട പരിപാടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ചങ്ങായി ഞാൻ പല വീഡിയോകളും സ്പെയിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇങ്ങേര് ഏതെങ്കിലുമൊക്കെ ഇമ്പോർട്ടന്റ് മാച്ചിൽ മണ്ടത്തരങ്ങൾ കാണിക്കും. അങ്ങനെയാണ് സ്പെയിൻ ഇതുവരെ പണി കിട്ടിയിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് എന്നിട്ടും റഹീം, ജോൺ ഗാസിയെ പോലെയുള്ള ഗോൾ കീപ്പർമാർ പുറത്തിരിക്കുമ്പോൾ ഇയാളുള്ളതെന്ന്. ഇത്രയും റെക്കോർഡുകളാണ്, ഇത്രയും മാച്ചുകളിൽ ഗോൾ വഴങ്ങാതൊക്കെ ഇരുന്നു, അതുകൊണ്ടുള്ള റെക്കോർഡുകളൊക്കെ, നല്ല സേവുകളൊക്കെ ഉള്ള സേവുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്ക് ഒരു മൈൻഡിൽ ഈ ചങ്ങായിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ഒരു തരത്തിലും സ്പെയിന് ഡിഫൻസീവ് ആയിട്ടൊരു കളി നിറഞ്ഞിട്ടില്ല. സ്പെയിന്റെ കളി നോക്കി കഴിഞ്ഞാൽ ഇടയ്ക്ക് ബെൽജിയം ആ ഒരു ഗോൾ വഴങ്ങിയ സെക്ഷൻ ബെൽജിയം ഗിയർ മാറ്റി നല്ല ഫോമിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും അത്യാവശ്യം സെയിം ആ ഒരു എനർജി തന്നെയാണ് സ്പെയിൻ കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഫ്രാൻസ് ആയിട്ട് വരുമ്പോൾ എന്തായിരിക്കും സ്പെയിനിന്റെ ടാക്ടിക്സ് എന്താന്ന് പറഞ്ഞാൽ, ഒയർസബാലും ഇന്ന് അത്രമാത്രം ഫോമിലല്ല കളിക്കുന്നത്. അതേപോലെ ഫെറാൻ ഇറങ്ങിയ ശേഷമാണ് കുറച്ച് ചാൻസുകളൊക്കെ അവിടെ നിന്ന് ഡി ബോക്സിനുള്ളിൽ കിട്ടിയിട്ടുണ്ട്. ഒയർസബാലിലേക്ക് ബോളൊന്നും അധികം എത്തിയിട്ടില്ല എന്ന് പറയാൻ തന്നെ ശരി. അതേപോലെ തന്നെ വിങ്ങുകളിൽ അലക്സ് ബയാനിയെ മാറ്റിയിട്ട് ഇനി വില്യംസിനെ സ്റ്റാർട്ടിംഗ് ലെവലിൽ കൊണ്ടുവരും എന്ന് പറയുന്നത്. എന്താണ്, വില്യംസ് വന്ന ശേഷം ബോക്സിലോട്ട് ഉള്ളിലേക്ക് കുറച്ച് ബോളുകൾ കയറാനും അതേപോലെ തന്നെ അവരെ പ്രസ്സിങ് കുറച്ചുകൂടെ ഇമ്പാക്ട് ഉണ്ടാക്കാനും കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും സ്പെയിനും മിഡ്ഫീൽഡും ഭരിച്ച ഒരു മത്സരത്തിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി 2-1 വിജയിച്ചിരിക്കും. അപ്പൊ നമുക്ക് ഇവരുടെ സ്റ്റാറ്റിസ്റ്റിക് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക് പോകണമെങ്കിൽ ഗംഭീര ഷോട്ടുകളാണ്. 18 ഷോട്ടുകളാണ് സ്പെയിൻ എടുത്തിട്ടുള്ളത്. അതിൽ 8 ഓൺ ടാർജറ്റിലേക്ക്. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ കോർട്ടുവയുടെ സേവുകൾ. അതേപോലെ തന്നെ ബെൽജിയത്തിന് ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ 5 ഷോട്ടുകൾ, അത് 2 മാത്രം ഓൺ ടാർജറ്റിലേക്കുള്ളൂ. 68% പൊസിഷൻ ഉണ്ടായിരുന്നു സ്പെയിന്റെ ഭാഗത്ത്. അവിടെ നോക്കുകയാണെങ്കിൽ 32% പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ. 663 പാസുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 295 പാസുകൾ മാത്രമാണ് ബെൽജിയം കംപ്ലീറ്റ് ചെയ്ത്. 95% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. ആ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 81% പാസിംഗ് അക്യുറസി മാത്രമേ ഉണ്ടായിരുന്നു. 13 ഫൗളുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവിടെ 18 ഫൗളുകൾ ബെൽജിയം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 യെല്ലോ കാർഡ് 2 ടീമിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 3-1 ആണ്. കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ 5 കോർണർ സ്പെയിൻ വിൻ ചെയ്തപ്പോൾ ബെൽജിയം 1 മാത്രം വിൻ ചെയ്തത്. അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ബെൽജിയത്തിന്റെ സ്പെയിന്റെ ഓരോ കളിക്കാരുടെയും ആ കളി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കുക, അവര് രാജ്യത്തിന് വേണ്ടി അത്രയും എന്താ പറയുക, ഒരു ബോൾ മിസ്സാകുമ്പോൾ അത് റിക്കവർ ചെയ്യുന്ന സ്പീഡും അതേപോലെ തന്നെ ആ ഒരു ടാക്ടിക്സും അതേപോലെ തന്നെ എന്താ പറയാ, ആ ഒരു ഗോൾ തന്നെ കുബാർസിയുടെ ഗോൾ തന്നെ നോക്കിയാൽ മതി. അതേപോലെ യമാലിന്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലൂടെയാണ് ആ ഒരു ഫസ്റ്റ് ഗോൾ വരുന്നത്. അതും ഇതേപോലെ തന്നെ കോർട്ടുവ സേവ് ചെയ്തിടുന്നു, അത് റീബൗണ്ട് കിട്ടുന്നു, അടിച്ച് കയറ്റുന്നു. അങ്ങനെ ബെൽജിയം എന്താ പറയാ, ബെൽജിയത്തിന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാതെ ഇവിടെ എത്തിയതെല്ലാം പറയാനുള്ള ഒരു ഇതുണ്ട്. എന്താ പറഞ്ഞാൽ അവര് ചില കളികൾ നന്നായി കളിച്ചും ചില കളികൾ കളിക്കാതൊക്കെയാണ് ഇവിടെ എത്തിയത്. എന്നാലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ വളരെ ഇറങ്ങി. പിന്നെ ഗോൾ കിട്ടിയ ശേഷം പിന്നെ കളിക്കാന്ന് പറയുമ്പോഴേക്കും ആകെ ഏകദേശം 7 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ എക്സ്ട്രാ ടൈം. ആ എക്സ്ട്രാ ടൈം കഴിഞ്ഞപ്പോൾ പണി പാളി. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ. അങ്ങനെ സ്പെയിൻ വിസസ് ഫ്രാൻസ് മത്സരത്തിന് സെമി ഫൈനൽ വേദിയായിരിക്കുകയാണ് 2026 വേൾഡ് കപ്പ്. അതായത് ഫൈനൽ ശരിക്കും പറഞ്ഞാൽ ഫൈനലിൽ കളിക്കേണ്ട ഒരു ടീമാണ് ഇപ്പൊ സെമി ഫൈനലിൽ പുറത്താകുമ്പോൾ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും, ഫ്രാൻസ് ആയിരിക്കും അതോ ഫ്രാൻസിനെ മറികടന്ന് സ്പെയിന് ഫൈനലിലേക്ക് കയറുന്നത്? 2010 ശേഷം സ്പെയിനിന്റെ പെർഫോമൻസ് ഒക്കെ അറിയാലോ, അതിന് വിപരീതമായിട്ട് ഗംഭീര പെർഫോമൻസ് ആണ് ഈ പ്രാവശ്യം സ്പെയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം കൂടുതൽ ടൈം കാല് ഹോൾഡ് ചെയ്ത് ബോൾ ഹോൾഡ് ചെയ്ത് അതേപോലെ തന്നെ കൂടുതൽ ടൈം പാസുകൾ നൽകി അതേപോലെ തന്നെ ഗോൾ സ്കോർ ചെയ്യാൻ ചെറിയ ചെറിയ പാസുകളിലൂടെ ഗോൾ സ്കോർ ചെയ്യും. ഫ്രാൻസിന്റെ ഭാഗത്ത് അങ്ങനെയല്ല. ഫ്രാൻസിന്റെ ഭാഗത്ത് മിഡ്ഫീൽഡിൽ നിന്ന് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ബോൾ എത്രയും പെട്ടെന്ന് ഫൈനൽ ഫോറിൽ എത്തുന്നു. ഫൈനൽ ഫോറിൽ 4 പേര് അവര് പാസും ട്രിബിളും കാര്യങ്ങളൊക്കെ അടിച്ച് ഗോൾ പോസ്റ്റിലേക്ക് അടിച്ച് കയറും. അങ്ങനെ എന്തായാലും ഒരു തീപ്പാറിയ പോരാട്ടത്തിന് എന്തായാലും സ്പെയിനിന്റെ കൂടെ ഫ്രാൻസ് ആ കളിക്കുന്ന നടക്കൂല എന്നുള്ള കാര്യമാണ്. എന്തായാലും അപ്പോൾ കാത്തിരുന്ന് കാണാം ആരായിരിക്കും ഫൈനലിലേക്ക് പോവാന്ന്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങൾ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്.